രാവിലെ നേരത്തെ തന്നെ പോകുന്നത് മോന്റെ സ്കൂളിലേക്കാണ് കേട്ടോ. അവിടെ ഒരു ഡാൻസ് പ്രോഗ്രാം ഒക്കെ ഉണ്ട് KG സ്റ്റുഡൻസിന്റെ. അപ്പൊ നേരത്തെ പോയാലും സീറ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരത്തെ എത്തി സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാ പ്രോഗ്രാം ഒക്കെ തുടങ്ങുന്നേക്കാളും മുമ്പേ നമ്മൾ എത്തി. അങ്ങനെ പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് കണ്ട് തിരിച്ചു പോരാണ്. വരുന്ന വഴിക്ക് ലഞ്ച് പുറത്തുനിന്ന് ആവാന്ന് കരുതി. ഇവിടെ ദേപ്പുട്ട് തുടങ്ങിയിട്ട് നമ്മൾ ഇതുവരെ കഴിച്ചിട്ടേ ഇല്ല. എപ്പോ പോയാലും നല്ല തിരക്കാവാറാണ്. അങ്ങനെ നമ്മൾക്ക് കയറാൻ പറ്റാറില്ല. നേരത്തെ എത്തുകയും ചെയ്തു. അപ്പൊ ഇന്ന് തിരക്കുണ്ടായില്ല. അപ്പൊ അങ്ങനെ നമ്മൾ കഴിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അടിയിൽ സ്പേസ് ഉണ്ടായിരുന്നില്ല, അത്യാവശ്യം ഫിൽ ആയിട്ടുണ്ടായിരുന്നു. എന്നാ പിന്നെ മുകളിൽ ഇരിക്കാന്ന് കരുതി. അപ്പൊ മുകളിൽ എത്തിയപ്പോഴാണെങ്കിലോ കുറെ സീറ്റുകൾ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ കൂടുതലായിപ്പോ ഏത് സീറ്റിൽ ഇരിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആയി. ഫൈനലി നമ്മുടെ കൺഫ്യൂഷൻ ഒക്കെ മാറ്റി ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുള്ളതിന്റെ അടുത്തായിട്ടുള്ള ഒരു സീറ്റ് നമ്മൾ സെറ്റ് ആക്കിയിരുന്നു. അപ്പൊ ഇനി എന്ത് കഴിക്കണം എന്ന് എനിക്ക് വലിയ തീരുമാനം എടുക്കേണ്ടി വന്നില്ല. കാരണം ലഞ്ച് ടൈം ആയതുകൊണ്ട് ചോറും ഉണ്ടില്ലെങ്കിൽ എന്തോ പോലെ തോന്നും. അപ്പൊ ഊണ് മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് ആണെങ്കിൽ ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോ അതിന്റെ ഗ്യാപ്പില് അവര് നമുക്ക് സുലൈമാനിയും അതുപോലെ ജീരക വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ മോനും ഊണ് മതി എന്ന് പറഞ്ഞാണ് എന്റെ അടുത്ത് ഇരുന്നത്. പിന്നെ ആ ഗ്യാപ്പില് വെറുതെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. അങ്ങനെ നമ്മുടെ ബിരിയാണി എത്തി. ആ ബിരിയാണി വന്നതോടുകൂടി മോനൊരു മനംമാറ്റം. അവൻ അപ്പയുടെ അടുത്തിരുന്ന് ബിരിയാണി കഴിക്കാനായി. അപ്പൊ ഇതാ എന്റെ ഇലയില് ഊണൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ വിഭവങ്ങളായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പയും മോനും കൂടി ഇതാ ബിരിയാണി അവിടെ ഷെയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും എന്റെ ഊണെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു. സാമ്പാർ, പപ്പടം, പായസം, മീൻകറി, രസം ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാം കൂട്ടി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഇലയുണ്ടെങ്കിൽ പായസം ഇലയിൽ വെച്ച് കഴിക്കുന്നത് ഒരു പ്രത്യേക സുഖമാണല്ലോ. എനിക്ക് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. പപ്പടമൊക്കെ കൂട്ടി പായസമൊക്കെ കഴിച്ചു. ഓണം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് പപ്പടം പായസം ഇങ്ങനെ കഴിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മോന് ലെമൺ ജ്യൂസ് കൂടി വേണമെന്ന് പറഞ്ഞു. വീട്ടിൽ ലെമൺ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുമ്പോ അങ്ങനെ കുടിക്കാറില്ല. ഇവിടെ ഇതിപ്പോ എന്താണെന്നറിയില്ല. അങ്ങനെ അതും കഴിച്ച് നമ്മൾ തിരിച്ചു പോരാണ്. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ.